ഖലീഫയായ ഹാറൂൺ റഷീദിന്റെ അടുക്കലേക്ക് ഒരു പണ്ഡിതൻ കടന്നു വന്നു. ആ പണ്ഡിതൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തോട് ഹാറൂൺ റഷീദ് പറഞ്ഞു, ഔസിനി, എനിക്കൊരു ഉപദേശം തരിക, എനിക്കൊരു ഉപദേശം നൽകിയാലും. ഉടനെ ആ പണ്ഡിതൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് വെള്ളം ചൂണ്ടിക്കൊണ്ട് ഖലീഫയോട് ചോദിച്ചു, ഖലീഫ, നിങ്ങളൊരു മരുഭൂമിയിൽ അകപ്പെട്ടു എന്ന് കരുതുക. നിങ്ങൾ ദാഹം കൊണ്ട് മരിക്കാറായിരിക്കുന്നു. ആ സമയത്ത് ഒരാൾ നിങ്ങളുടെ അടുക്കലേക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളവുമായി കടന്നു വരുന്നു. അയാൾ വെള്ളം നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ ഒറ്റ നിബന്ധനയുണ്ട്, നിങ്ങളുടെ രാജ്യത്തിന്റെ പകുതി ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് പകരമായി അദ്ദേഹത്തിന് നൽകണം. അങ്ങനെ നൽകേണ്ടി വന്നാൽ നിങ്ങൾ നൽകാൻ തയ്യാറാകുമോ? ആ ഖലീഫ പറഞ്ഞു, തീർച്ചയായും എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഞാൻ എൻ്റെ രാജ്യത്തിന്റെ പകുതി നൽകാൻ തയ്യാറാണ്. ആ പണ്ഡിതൻ വീണ്ടും ചോദിച്ചു, പ്രിയപ്പെട്ട ഖലീഫ, നിങ്ങൾ ആ വെള്ളം കുടിച്ചു എന്ന് വിചാരിക്കുക. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് ചെന്ന വെള്ളം പുറത്തേക്ക് പോകാൻ കഴിയാതെ, മൂത്രമായിട്ട് പുറത്തേക്ക് പോകാൻ കഴിയാതെ ശക്തമായ മൂത്രതടസ്സം നേരിടുകയും അങ്ങനെ അതിൻ്റെ പേരിൽ കഠിനമായ വേദന അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. ആ വേദന മാറുന്നതിന് വേണ്ടി നിങ്ങളൊരു വൈദ്യനെ സമീപിക്കുന്നു. ആ വൈദ്യൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വേദന മാറ്റിത്തരാം, മൂത്രതടസ്സം മാറ്റിത്തരാം, പക്ഷേ നിങ്ങളുടെ രാജ്യത്തിന്റെ പകുതി എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഉടനെ ഖലീഫ പറഞ്ഞു, തീർച്ചയായും. ആ മൂത്രമൊഴിക്കാൻ പ്രയാസപ്പെടുന്ന ആ സമയത്ത്, മൂത്രം പുറത്തേക്ക് പോവാതെ മൂത്രതടസ്സം നേരിടുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്ന വേദന ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് എൻ്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ നൽകാൻ തയ്യാറാണ്. ഉടനെ ആ പണ്ഡിതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, എങ്കിൽ ഓർക്കുക, ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വില പോലുമില്ല നിങ്ങളുടെ ഈ വിശാലമായ സാമ്രാജ്യത്തിന്. നോക്കൂ, നാം ദിവസേന എത്രയോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നവരാണ്. ആ കുടിക്കുന്ന വെള്ളത്തിന്റെ ഓരോ ഗ്ലാസ് വെള്ളത്തിന്റെയും കണക്കെടുക്കാൻ പോയാൽ അതിന് പകരമായി അള്ളാഹുവിന് എത്ര നന്ദി അർപ്പിച്ചാലാണ് നമ്മുടെ ജീവിതം പകരമാവുക. വിശാലമായ ഒരു സാമ്രാജ്യത്തിന് പകരം ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വില പോലും വിശാലമായ ഒരു സാമ്രാജ്യത്തിനില്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ആ വെള്ളത്തിന്റെ വിലയും ആ അനുഗ്രഹത്തിന്റെ മഹത്വവും നാം തിരിച്ചറിയുക. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫറൈതുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്തും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ആ വെള്ളത്തെ മേഘപാളികൾക്കിടയിൽ നിന്നും ഭൂമിയിലേക്ക് വർഷിപ്പിക്കുന്നത് നാമാണോ അതല്ല നിങ്ങളാണോ? വെള്ളം തീർന്നു പോയാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നു തരാനുള്ളത്? തബാറക സൂറത്തിന്റെ അവസാനം അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നബിയെ പറയുക, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം വറ്റിപ്പോയാൽ ശുദ്ധമായ വെള്ളത്തെ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരിക? ശക്തമായ ജലക്ഷാമം പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുകയാണ്. കിണറിലെ വെള്ളം വറ്റുന്നു, മറ്റേ കുഴൽ കിണറടിച്ചിട്ട് അതിൽ നിന്നും ശുദ്ധമായ ജലം കിട്ടുന്നില്ല, വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. ആലപ്പുഴ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം വെള്ളം വില കൊടുത്ത് വാങ്ങുന്നത് പുതുമയുള്ള ഒരു കാര്യമല്ല. ആലോചിക്കണം, പ്രത്യേകിച്ച് നാം ഈ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ആരാണ് ശുദ്ധമായ ജലം കൊണ്ടുവന്ന് തരിക? അപ്പൊ അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് വെള്ളം. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുമ്പോൾ നാം പാലിക്കേണ്ട പ്രധാനപ്പെട്ട ചില മര്യാദകളുണ്ട്, ചില അദബുകളുണ്ട്. ഒന്നാമത്തെ അദബ് എന്നുള്ളത്, വെള്ളം കുടിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക എന്നുള്ളതാണ്. കാരണം ഈ വെള്ളം നൽകിയത് അള്ളാഹുവാണ്. അള്ളാഹുവാണ് ഇതിന്റെ ഉടമസ്ഥൻ, ഇതിന്റെ പരമാധികാരി. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ മര്യാദ. രണ്ടാമത്തെ മര്യാദ,
വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിൽ നോക്കി കുടിക്കുക. ആ വെള്ളത്തിൽ എന്തെങ്കിലും വീണ് കിടപ്പുണ്ടെങ്കിൽ നോക്കാതെ കാണാൻ സാധിക്കുകയില്ല. അപ്പൊ വെള്ളം കുടിക്കുമ്പോൾ ആ കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് ആ വെള്ളത്തിലേക്ക് നോക്കി കുടിക്കുക. 2. മൂന്നാമത്തേത്, വെള്ളം കുടിക്കുമ്പോ ഇരുന്നു കുടിക്കുക. ഇരുന്നു കുടിക്കലാണ് പ്രവാചകന്റെ സുന്നത്ത്. അതേസമയം ഒരാൾക്ക് വെള്ളം കുടിക്കാനുള്ള ആവശ്യം വർദ്ധിക്കുകയും അയാൾക്ക് ഇരുന്നു കുടിക്കാനുള്ള സൗകര്യമില്ലാതിരിക്കുകയും ചെയ്താൽ നിർബന്ധ ഘട്ടങ്ങളിൽ നിന്നു കുടിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ എങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഇരുന്നു കുടിക്കലാണ് അവിടെയും ഉത്തമമായിട്ടുള്ളത്. അപ്പൊ ഇരുന്നു കുടിക്കുക. 3. നാലാമത്തേത്, വലത് കൈ കൊണ്ട് കുടിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പലപ്പോഴും നാം ഇടത് കൈ കൊണ്ടാണ് വെള്ളം കുടിക്കുക. ആ ഇടത് കൈ കൊണ്ട് അഹങ്കാരത്തിന്റെ പേരിലാണ് കുടിക്കുന്നതെങ്കിൽ അതിന്റെ പേരിൽ ഗുരുതരമായ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. പ്രവാചകന്റെ അടുക്കൽ വെച്ച് ഒരു മനുഷ്യൻ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചു. അള്ളാന്റെ റസൂല് പറഞ്ഞു, എടോ വലത് കൈ കൊണ്ട് കുടിക്ക്. നബിതങ്ങളോട് അയാൾ പറഞ്ഞ മറുപടി, എനിക്ക് മനസ്സില്ല എന്നായിരുന്നു. എനിക്ക് പറ്റില്ല, എനിക്ക് ഇടത് കൈ കൊണ്ടേ കുടിക്കാൻ കഴിയുകയുള്ളൂ. ഒരഹങ്കാരത്തിന്റെ ഭാഷയാണ് അയാളുടെ വായിൽ നിന്ന് വന്നത്. പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ അങ്ങനെ ആവട്ടെ. ചരിത്രത്തിൽ കാണാം, പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അയാൾക്ക് വലത് കൈ കൊണ്ട് കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പൊ ഇടത് കൈ കൊണ്ട് കുടിക്കുന്നത് ഒരഹങ്കാരത്തിന്റെ രൂപത്തിലാണെങ്കിൽ, ആരുടെയോ പക്കൽ നിന്ന് നാം കടമെടുത്ത ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ആ കുടിയെങ്കിൽ അത് പ്രവാചകന്റെ സുന്നത്തിനോട് വിരുദ്ധമായ കുടിയാണ്. മറ്റൊരു മര്യാദയാണ്, വെള്ളം കുടിക്കുമ്പോ ഒറ്റ ശ്വാസത്തിൽ കുടിക്കാതെ 3 ഇറുക്കുകളായിട്ട് കുടിക്കുക. അള്ളാഹുവിന്റെ റസൂൽ 3 തവണയായിട്ടായിരുന്നു വെള്ളം കുടിച്ചിരുന്നത്. 1 കുടിക്കും, പിന്നീട് പ്രവാചകൻ വായെടുക്കും, വീണ്ടും രണ്ടാമത് അള്ളാഹിന്റെ റസൂൽ കുടിക്കും, പിന്നെ 3 കുടിക്കും. അതാണ് സുന്നത്തായ രീതി. മറ്റൊരു മര്യാദയാണ് പാത്രത്തിലേക്ക് ശ്വാസം വിടാതിരിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും വെള്ളം കുടിക്കുമ്പോ ആ പാത്രത്തിലേക്ക് ശ്വാസം വിടാതിരിക്കട്ടെ. അതൊരു ശുദ്ധിയുടെ ഭാഗമാണ്. വെള്ളത്തിലേക്ക് നമ്മൾ വിടുന്ന ശ്വാസം ചെന്ന് ചേരുമ്പോ പല രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളും മനുഷ്യർക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, വെള്ളം കുടിക്കുമ്പോ ആ പാത്രത്തിലേക്ക് ശ്വാസം വിടാതിരിക്കട്ടെ. 1. മറ്റൊരു മര്യാദയാണ്, തോൽപാത്രം പോലെയുള്ള നാം ഇന്ന് ഉപയോഗിക്കുന്ന ബോട്ടിൽ, ആ ബോട്ടിൽ പോലെയുള്ളതിൽ വെള്ളം കുടിക്കുമ്പോ വായയോട് ചേർത്ത് കുടിക്കുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും ഒരു ഗ്ലാസ്സിലേക്ക് ആ വെള്ളം പകർന്നതിന് ശേഷം ആ ഗ്ലാസ്സിൽ നിന്ന് കുടിക്കലാണ് എപ്പോഴും നല്ലത്. കാരണം ബോട്ടിലിൽ നിന്ന് എടുത്തു കുടിക്കുമ്പോൾ അത് എപ്പോഴെങ്കിലും തുറന്നിരുന്നതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും പ്രവേശിക്കുകയോ മറ്റോ ചെയ്താൽ നാം അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് അതും കടന്നു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വായ ചേർത്ത് വെച്ച് കുടിക്കുന്നതിനേക്കാളും നല്ലത് മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം പകർന്നതിന് ശേഷം കുടിക്കലാണ് ഏറ്റവും നല്ലത്. മറ്റൊരു മര്യാദയാണ്, വെള്ളം കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. നാം കുടിക്കുന്ന വെള്ളം, ആ വെള്ളം വളരെ കൃത്യമായി ഉള്ളിലേക്ക് ചെല്ലുകയും ഉള്ളിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിധേയമായി ശരീരത്തിന് ആവശ്യമായ ഊർജം ആ വെള്ളത്തിലൂടെ കിട്ടുകയും ചെയ്യുന്നു. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു സംവിധാനമാണ്. അതുകൊണ്ട് വെള്ളം കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പ്രത്യേകമായി പറയുക. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു ദുആയും കൂടെ പറയൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അല്ലാഹുവിന്റെ റസൂൽ അപ്രകാരം പറയാറുണ്ടായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ സഖാനാ അസ്ബൻ ഫുറാതൻ ബിറഹ്മതി വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. വെള്ളം കുടിച്ചതിന് ശേഷം പറയേണ്ട ദുആയാണ്. എന്താണ് ആ ദുആയുടെ അർത്ഥം? അൽഹംദുലില്ലാഹില്ലദീ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. എങ്ങനെയുള്ള പടച്ചതമ്പുരാനാണ്?
സഖാന അസുബൻ ഫുറാതൻ ബിറഹ്മതി, അവന്റെ കാരുണ്യം കൊണ്ട് രുചികരമായ നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം അവൻ നമ്മെ കുടിപ്പിച്ചു. വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിന, നമ്മുടെ കയ്യിലിരിപ്പ് കാരണം, നാം ജീവിതത്തിൽ ചെയ്ത തെറ്റ് കാരണം ആ വെള്ളത്തെ അല്ലാഹു ഒരിക്കലും ഉപ്പുവെള്ളമാക്കിയില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഇത് വെള്ളം കുടിക്കുമ്പോൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, ആകാശത്ത് നിന്നിറങ്ങുന്ന വെള്ളം ലൗ നശാഉ ജഅൽനാഹു ഉജാജ, നാം ആ വെള്ളത്തെ ഉപ്പുവെള്ളമാക്കി കളഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഇറങ്ങുന്ന വെള്ളത്തെ ഉപ്പുവെള്ളമാക്കി മാറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ടും നിങ്ങൾ എന്താണോ എനിക്ക് നന്ദി കാണിക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തി കാരണം ഈ വെള്ളം ഉപ്പുവെള്ളമായി മാറേണ്ടതായിരുന്നു. പക്ഷെ എന്നിട്ടും അല്ലാഹു തആല അവന്റെ കാരുണ്യം കൊണ്ട് ആ വെള്ളത്തെ രുചികരമായ സുന്ദരമായ വെള്ളമാക്കി അല്ലാഹു മാറ്റി. അതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അതേസമയം പാല് പോലെയുള്ള പാനീയമാണ് കുടിക്കുന്നതെങ്കിൽ ആ പാനീയം കുടിച്ചു കഴിയുമ്പോൾ മറ്റൊരു പ്രാർത്ഥന നടത്തൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, അല്ലാഹുവേ ഈ പാനീയത്തിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമേ. വസിദ്നാ മിൻഹു, ഇത് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യണമേ. അപ്പൊ വെള്ളം കുടിക്കുമ്പോ ആദ്യം പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ സഖാന അസുബൻ ഫുറാതൻ ബിറഹ്മതി വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിന. അതേസമയം പാല് പോലെയുള്ള പാനീയമാണ് കുടിക്കുന്നതെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വസിദ്നാ മിൻഹു, ഇതാണ് പ്രത്യേകമായ ദുആ. അതോടൊപ്പം പ്രവാചകൻ മറ്റൊരു കാര്യം കൂടി പഠിപ്പിച്ചു. പാല് പോലെയുള്ള കൊഴുപ്പുള്ള പാനീയമാണ് ഒരാൾ കുടിക്കുന്നതെങ്കിൽ കുടിച്ചതിന് ശേഷം സ്ഥലം കാലിയാക്കലല്ല വേണ്ടത്, മറിച്ച് കുടിച്ചതിന് ശേഷം വായ കൊപ്പിളിക്കൽ സുന്നത്തായ കാര്യമാണ്. പാല് പോലെയുള്ള പാനീയം കുടിച്ചതിന് ശേഷം വായ കൊപ്പിളിക്കൽ സുന്നത്തായ കാര്യമാണ്. കാരണം പാലിൽ ഇന്നലഹു ദസമ, അതിൽ കൊഴുപ്പുണ്ട്. ആ കൊഴുപ്പിന്റെ അവശിഷ്ടം നിങ്ങളുടെ വായിൽ ബാക്കിയായാൽ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും എത്തിക്കും. അതുകൊണ്ട് പാല് പോലെയുള്ള പാനീയം കുടിച്ചതിന് ശേഷം വായ കൊപ്പിളിക്കുക എന്നുള്ളത് സുന്നത്താണ്. അതുപോലെ തന്നെ മറ്റൊരു മര്യാദയാണ്, ഒരുപാട് ആളുകൾ ഇരിക്കുമ്പോ ആ ഒരുപാട് ആളുകളുടെ അടുക്കലേക്ക് ഒന്നിൽ കൂടുതൽ ഗ്ലാസിൽ ഒരാൾ പാനീയം കൊണ്ടുവരുമ്പോ ആ ഇരിക്കുന്ന ആളുകളിൽ വലതുഭാഗത്ത് നിന്ന് തുടങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഒരു ജമാഅത്തായിട്ട് ആളുകൾ ഇരിക്കുമ്പോൾ ആ ആളുകളുടെ അടുക്കലേക്ക് ഒരുപാട് ഗ്ലാസുകളിൽ വെള്ളം കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ ചായ കൊണ്ടുവരുമ്പോ ആദ്യം വലതുഭാഗത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കണം. ഇനി വലതുഭാഗത്തിരിക്കുന്ന ആളുകൾ ചെറിയ ആളുകളാവുകയും ഇടതുഭാഗത്തിരിക്കുന്നവർ പ്രായമുള്ളവരാവുകയും ചെയ്താൽ വലതുഭാഗത്തിരിക്കുന്ന ആളുകളോട് അനുവാദം വാങ്ങിയതിന് ശേഷം ഇടതുഭാഗത്ത് കൊടുക്കൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ആദ്യം ഒന്നിക്കേണ്ടത് വലതുഭാഗത്താണ്, പിന്നീടാണ് ഇടതുഭാഗത്ത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പ്രവാചകൻ വെള്ളം കുടിച്ചതിന് ശേഷം അള്ളാന്റെ റസൂല് വലത്തേക്ക് നോക്കിയപ്പോ വലതുഭാഗത്തൊരു ഗ്രാമീണവാസിയാണ്, ഒരു സാധാരണക്കാരൻ. അള്ളാന്റെ റസൂൽ ഇടത്തേക്ക് നോക്കിയപ്പോ ഇടതുഭാഗത്തിരിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ എല്ലാ നിലയിലും ഉയർന്ന ആൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. പക്ഷെ എന്നിട്ടും പ്രവാചകൻ ആദ്യം കുടിച്ചതിന്റെ മിച്ചം അള്ളാന്റെ റസൂല് കൊടുത്തത് വലതുഭാഗത്തിരിക്കുന്ന ഗ്രാമവാസിയായ ആൾക്കാർ. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പാല് കുടിച്ചതിന് ശേഷം വലതുഭാഗത്ത് നോക്കിയപ്പോ പ്രായം കുറഞ്ഞ ഒരു സഹാബിയാണ്, ഇടതുഭാഗത്ത് പ്രായം കൂടിയ ഒരു സഹാബിയും. അള്ളാന്റെ റസൂല് വലത്തേക്കാണ് കൊടുക്കേണ്ടത്. പ്രവാചകൻ ആ വലതിരിക്കുന്ന പ്രായം കുറഞ്ഞ കുഞ്ഞിനോട്, ആ പയ്യനോട് ചോദിച്ചു, മോനെ, നിന്നേക്കാളും പ്രായം കൂടിയത് ഇടതുഭാഗത്തുള്ള ആളല്ലേ,
അതുകൊണ്ട് ഞാൻ ഇടതുഭാഗത്ത് കൊടുക്കട്ടെ. അള്ളാന്റെ റസൂലിനോട് ആ മോൻ പറഞ്ഞു, ഇല്ല നബിയെ, താങ്കളുടെ ബറക്കത്ത് മറ്റാർക്കും കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി അത് വാങ്ങി കുടിച്ചതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ വലതിനെയാണ് മുന്തിക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനത്തെ മര്യാദ, അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം തണുത്തതും മധുരമുള്ളതുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. റൂഹെ അഫ്സ പോലെയുള്ള സാധനം തണുത്തതാണ്, അത്യാവശ്യം മധുരമുണ്ട്. ഷുഗറുള്ള ആളുകൾ കുടിക്കുമ്പോൾ അവർക്ക് മാത്രമായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം എന്നും ഓർക്കുക. മധുരം കുറച്ച് തണുത്ത വെള്ളം കുടിക്കൽ നല്ലതാണ്, പ്രവാചകൻ ഇഷ്ടപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ അനുഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്നും മുഴുവൻ കർമ്മങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്ന് 27-ാം രാവാണ്.